നമ്മുടെ രാജ്യത്ത് പശുക്കളോട് പ്രത്യേക ഇഷ്ടമുണ്ട്. ചിലപ്പോൾ പശു ഗോമാതാവാണ്, ചിലപ്പോൾ പശു നമുക്ക് എല്ലാം തരുന്ന ഒരു വളർത്തുമൃഗമാണ്. അങ്ങനെയൊക്കെ പശുവിനെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ് ഇന്ത്യയിലെമ്പാടുമുള്ളത്. ചില ആളുകൾ പശുവിനെ വളർത്തി വിൽക്കുന്നു. അങ്ങനെയുള്ള വ്യാവസായിക അടിസ്ഥാനത്തിലും പശുവിനെ വളർത്തുകയും ഫാമൊക്കെ നടത്തുന്ന ആളുകളുമുണ്ട്. എന്നാൽ ഈ പശുക്കളെ മൃഗങ്ങളുടെ പട്ടികയിൽ നിന്ന് ദൈവത്തിൻ്റെ പട്ടികയിലേക്ക് ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശങ്കരാചാര്യ. അതായത് ശങ്കരാചാര്യ ഗണത്തിലെ അവിമുക്തേശ്വരാനന്ദ സരസ്വതി എന്ന മനുഷ്യൻ പറയുന്നത് പശുവിനെ ദൈവത്തിൻ്റെ പട്ടികയിലേക്ക് ഉയർത്തണം. പശുക്കൾ മൃഗങ്ങളല്ല. പശുവിനെ നമ്മൾ ദൈവമായി കാണണം. പശു അങ്ങനെയുള്ള ഒരു മൃഗമാണ്. പശുവിനെ നമ്മൾ ആരാധിക്കണം. ഗോഭക്തരെല്ലാം ഗോമാതാവിനെ ആരാധിക്കണമെന്ന തരത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഭുവനേശ്വറിൽ ഒരു പ്രഖ്യാപനം നടത്തി. പശുക്കളെ ദൈവങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയാലും, അതായത് മൃഗങ്ങളുടെ പട്ടികയിൽ നിന്ന് ദൈവങ്ങളുടെ പട്ടികയിലേക്ക് ഉയർത്തേണ്ടത് സർക്കാരിൻ്റെ ജോലിയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ പ്രസക്തമാകുന്ന ഒരു കാര്യം, ഈ ഗോഭക്തരും അതായത് ഗോമാതാവിനെ പൂജിക്കുന്ന ആളുകളും പശുവിനെ സംരക്ഷിക്കുമെന്ന് മുന്നിട്ടിറങ്ങുന്ന ആളുകളും BJP അനുബന്ധ സംഘപരിവാർ ശക്തികളാണ്. അവർ ചെയ്തു കൂട്ടുന്ന കൊള്ളരുതായ്മകൾ ഒന്നും ചില്ലറയല്ല. അവർ എത്ര സാധുക്കളെയാണ് പശുക്കടത്തിൻ്റെ പേരിലൊക്കെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് തല്ലിക്കൊല്ലുന്നത്. പ്രത്യേകിച്ച് മറ്റൊരു ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകളെ തല്ലിക്കൊല്ലുന്നത്. കഴിഞ്ഞ തവണ ഹരിയാനയിൽ ഒരു കാഴ്ച കണ്ടത് നമുക്കറിയാം. ആ കുടുംബം, ഒരു ഹിന്ദു കുടുംബം, മുസ്ലിം സമുദായത്തിനിടയിലാണ് താമസിച്ചിരുന്നത്. മുസ്ലിം യുവാവാണെന്ന് തെറ്റിദ്ധരിച്ച് അയാളെ, ഒരു ചെറുപ്പക്കാരനെ സംഘപരിവാർ ആളുകൾ അടിച്ചു കൊല്ലുന്നു. അതും കാറിൽ പിന്തുടർന്ന് പോയി വകവരുത്തുന്നു. എന്ത്? പശുക്കടത്ത് ആരോപിച്ച്. ആ കുട്ടിയുടെ അമ്മ പറഞ്ഞതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. മുസ്ലിങ്ങൾക്കും ഇവിടെ ജീവിക്കണ്ടേ, മുസ്ലിങ്ങളും നമ്മുടെ സഹോദരങ്ങളല്ലേ, അവരെന്തിന് നമ്മൾ തല്ലിക്കൊല്ലണം, ആ തരത്തിൽ പറഞ്ഞിരുന്നു. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പശുവിനെ ദൈവമാക്കുന്നതിലോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റുന്നതിനോ ആരും എതിര് നിൽക്കുമെന്നില്ല. പശുവിനെ വളർത്തുന്നവരുണ്ടാകും, പാല് കറക്കുന്നവരുണ്ടാകും, പാല് കുടിക്കുന്നവരുണ്ടാകും, വളർത്തി വിൽക്കുന്നവരുണ്ടാകും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഇന്ത്യയിൽ എല്ലാ കാലത്തും ഉണ്ടാകും. പക്ഷേ ഗോസംരക്ഷണത്തിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരം ക്രൂരതകൾ, കൊലപാതകങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. ഈ ശങ്കരാചാര്യരൊക്കെ പറയേണ്ടത് അത്തരം ക്രൂരതകൾക്കെതിരെ ആയിരുന്നുവെന്ന് തോന്നിപ്പോകും. മറ്റൊരു കാര്യം, ഗോസംരക്ഷകർ ചില ഫാമുകളൊക്കെ നടത്തുന്നുണ്ട് പശുക്കളെ സംരക്ഷിക്കാൻ. പശുക്കളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. രാജസ്ഥാനിലൊക്കെ പശുക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്, പശുക്കൾ ചത്ത് തെരുവിൽ കിടക്കുന്ന, റോഡിൻ്റെ അരികിൽ കിടക്കുന്ന, പുഴുത്ത് നാറുന്നത്, ഇതൊക്കെ ഈ ഗോസംരക്ഷകരുടെ ആലകളിലും അയൽപക്കങ്ങളിലും നടക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഗോസംരക്ഷകരുടെ വേഷം കെട്ടി പശുക്കളെ ദ്രോഹിക്കുന്ന ആളുകളായി മാറരുത് സംഘപരിവാർ. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബീഫ് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അത് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ ബീഫ് കയറ്റുമതിക്ക് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യത്താണ് ഈ പശുക്കളെ ഇങ്ങനെ ഗോമാതാവെന്ന് വിളിച്ച് ആരാധിക്കണമെന്ന് പ്രചരിപ്പിക്കുന്നു. പശുക്കളെ ദൈവമാക്കി മാറ്റണം, അല്ലെങ്കിൽ മൃഗങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റി ദൈവങ്ങളുടെ പട്ടികയിലേക്ക് ഉയർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതൊക്കെ നടക്കുന്ന സ്ഥലത്താണ് ഈ പശു സംരക്ഷകർ തന്നെ പശുക്കളെ സംരക്ഷിക്കാതെ, അതിനെ ഒന്നും തിന്നാൻ കൊടുക്കാതെ തെരുവിൽ അലയാൻ വിട്ട്, അതിനെ ചാകാൻ വിട്ട് ഇല്ലാതാക്കുന്നതും. ഇത് ഒരു വൈരുദ്ധ്യമാണ്. ഇതാണ് തിരുത്തപ്പെടേണ്ടത്. ആദ്യം പശുക്കളെ ദൈവമായിട്ട് ഉയർത്തുന്നതിന് പകരം പശുക്കളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് സംരക്ഷിക്കും, പശുക്കളെ സംരക്ഷിക്കും, അത് മനുഷ്യരുടെ കൊലപാതകത്തിലേക്ക് നീങ്ങില്ല എന്ന ഉറപ്പുകൂടി ശങ്കരാചാര്യർ വരുത്തേണ്ടിയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.